ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഊണിൻ്റെ വിശേഷമാണ്. ഉച്ചക്കത്തേക്ക് രസവും മീൻപീര, മോര്, പിന്നെ അച്ചാറ്. ഇതിലിപ്പം ഇന്ന് ഞാൻ രസത്തിൻ്റെ റെസിപ്പിയാണ്. തക്കാളി രസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ രസത്തിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ തക്കാളി രസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ചെറിയ തക്കാളി മതി, ഒരു 4 അല്ലി ചെറിയ ഉള്ളി, അത് വലിയ ഉള്ളി ആയാലും മതി, സവാള ആയാലും മതി, ഒരു ചെറിയ പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇത് നമുക്ക് ചതച്ചും എടുക്കാവുന്നതാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഉലുവയും കടുവും പൊട്ടിച്ചെടുത്തു. ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. സാധാരണ ഇവിടെ തക്കാളിയൊന്നും ഇടാണ്ടാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്താണ് രസം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു തക്കാളി രസമായതുകൊണ്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ആദ്യം തക്കാളി ചേർത്ത് വഴന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചേർത്ത് കൊടുത്ത് അത് വഴന്നതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഇത് വഴന്നതിന് ശേഷം പുളി വെള്ളമാണ്, ഒരു നെല്ലിക്കയുടെ അത്രയുള്ള ഒരു പുളി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി ചേർക്കേണ്ടതില്ല, അതിൻ്റെ വെള്ളം മാത്രം ചേർത്താൽ മതി. ഈ പുളി നമുക്ക് കളയാം. അപ്പം ആവശ്യമുള്ളത്ര ലൂസാക്കാം. നമുക്ക് ചിലർ അരിച്ചെടുക്കാറുണ്ട്. അരിച്ചെടുത്തും നമുക്ക് ഈ രസം നമുക്ക് ചോറിനാണെങ്കിലും അല്ലാതെ കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. അപ്പോൾ നമുക്ക് മല്ലിയില ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഇന്ന് മീൻപീരയാണ്. അപ്പോൾ മീൻപീരയും രസവുമാണ്, പിന്നെ മീൻ പൊരിച്ചത്, അങ്ങനെയാണ് സാധാരണ ഇവിടെ കോമ്പിനേഷൻ ആക്കൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.